വീണ്ടും ഒരു ഈവനിങ് സവാരി. സ്ഥലം വിർജീനിയ ബീച്ച്, അമേരിക്കയിലെ വിർജീനിയ ബീച്ച് സ്റ്റേറ്റിൽ. അമേരിക്കയിലെ വിർജീനിയ സ്റ്റേറ്റിൽ വിർജീനിയ ബീച്ച് എന്ന പട്ടണമാണ്. ആ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശമാണിത്. ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഒരു സവാരി, ഒരു നടത്തത്തിന് ഇറങ്ങിയതാണ്. ഈവനിങ് വാക്ക്. നടക്കുന്നത് ആവശ്യമാണല്ലോ. നമ്മുടെ ആരോഗ്യത്തിന് നടപ്പ് വളരെ ആവശ്യമാണ്. ഈ ആധുനിക യുഗത്തിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന യൗവനക്കാരൊക്കെ 8 മുതൽ 12 മണിക്കൂറും അതിലധികവും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അവർ മിക്കപ്പോഴും ജോലിക്ക് ശേഷം ജിംനേഷ്യങ്ങളിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണ്. പല പല ആധുനിക വ്യായാമ ഉപകരണങ്ങളുള്ള ജിംനേഷ്യങ്ങളിൽ അവർ മിക്കവാറും വർക്കൗട്ട് ചെയ്യുന്നവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ശരീര ആരോഗ്യത്തിനും പ്രഷർ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നടപ്പ് ആവശ്യമാണ്. ഞാനും ഇന്ന് എൻ്റെ ജോലി കഴിഞ്ഞ് ഒരു മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ നല്ല നടപ്പാതയുണ്ട്, നല്ല വൃത്തിയായ നടപ്പാത. നമ്മുടെ രാജ്യത്തെ പോലെയല്ല. നമ്മുടെ രാജ്യത്തിൽ നടപ്പാത ഇല്ല. നടപ്പാത ഉണ്ടെങ്കിൽ തന്നെ അത് അതിക്രമിച്ച് കെട്ടിട നിർമ്മാണവും വഴിയോര കച്ചവടങ്ങൾക്കുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വളരെ ഭംഗിയുള്ള നല്ല മനോഹരമായ നടക്കുവാൻ സുഗമമായ നടപ്പാതകളും ഇവിടെ കാണാം. നടക്കുന്ന പാതയ്ക്ക് നല്ല മാർക്കിങ്, സീബ്ര മാർക്കിംഗ് ഒക്കെ ഇട്ട് അത് വൃത്തിയാക്കിയിരിക്കുകയാണ്. നല്ലൊരു സണ്ണി ഡേ ആണ്. പട്ടണത്തിൻ്റെ പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് വാഹനങ്ങളുടെ തിരക്ക് ഒക്കെ ഇന്ന് തിങ്കളാഴ്ച ആയിരുന്നിട്ടും ഈ ഏരിയയിൽ വളരെ കുറവാണ്. ചുരുക്കം വാഹനങ്ങൾ റോഡിൽ കൂടെ പോകുന്നത് കാണാം. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞു ഞാനിങ്ങനെ റോഡിൽ കൂടെ പോവുകയാണ്. ഇവിടെയൊക്കെ മനോഹരമായ പുൽത്തകിടികളാണ്. പട്ടണത്തിൻ്റെ ഭാഗമാണെങ്കിലും വെറുതെ കിടക്കുന്ന ഭൂമികളിലൊക്കെ വളരെ മനോഹരമായ വൃക്ഷങ്ങളും പുൽത്തകിടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സൗകര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ പട്ടണത്തിൽ ഇങ്ങനെ വൃക്ഷങ്ങളുടെ കൂട്ടമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ നോക്കിയേ, ഈ രാജ്യത്ത് സിറ്റി അവർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഭാഗം ഇങ്ങനെ വൃക്ഷങ്ങൾക്ക് വേണ്ടിയും ഗ്രീനറിക്ക് വേണ്ടി അവർ മാറ്റിയിടും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഏത് പട്ടണത്തിൻ്റെ മധ്യത്തിലും ഇങ്ങനെയുള്ള ഗ്രീനറി മിക്കവാറും സ്റ്റേറ്റുകളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ ന്യൂയോർക്കിൽ മൻഹട്ടനിലും ടൈംസ് സ്ക്വയറിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഏരിയയിലൊന്നും അത് വളരെ പഴയ കാലത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഡെവലപ്പ് ചെയ്ത വലിയ തിരക്കേറിയ സിറ്റിയാണ്. അവിടെ അമ്പരചുംബിയായ കെട്ടിടങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ഇവിടെ ഈ വിർജീനിയ ബീച്ചിൻ്റെ പ്രത്യേകത
ഇവിടെ വളരെ ഉയരമുള്ള കെട്ടിടങ്ങൾ വളരെ തുലവും കുറവാണ്. ഒന്ന്, ഇവിടെ ധാരാളം സ്ഥലം ഉള്ളത് കൊണ്ടാണ്. ഇതൊരു ചെറിയൊരു കനാലും അതിനോട് ചേർന്നുള്ള മാർഷി ലാൻഡും ഒക്കെയാണ്. ഒരു ചെറിയ പാലം അതിന് നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ച് ഇട്ടിരിക്കുന്നത്. ഈ വിർജീനിയ ബീച്ച് എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ വലിയ ഉയരമുള്ള 2 കെട്ടിടങ്ങളേ ഉള്ളൂ. ബാക്കി കെട്ടിടങ്ങളെല്ലാം ഉയരം കുറവുള്ള കെട്ടിടങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ലിവിങ് താമസ കേന്ദ്രമാണ്. ഇവിടെ മിക്കവാറും വാടകക്കാരാണ് താമസിക്കുന്നത്. ഈ ഭവനങ്ങളൊക്കെ ഒരു കെട്ടിടത്തിൽ ഒരു 4 പേർക്ക് പാർക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ പട്ടണത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഡ്രാഗ്സ് കമ്മ്യൂണിറ്റി. ഇതും അതുപോലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. വാടക ഭവനങ്ങളാണ്. ഒരു കൊല്ലത്തേക്ക് ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് പിന്നെ തുടർന്ന് അത് ഒരു ചെറിയ വർധനവിൽ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയും. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഇവിടെ ധാരാളമുണ്ട്. ഇവിടെ വാടകയ്ക്ക് തന്നെ സ്റ്റേറ്റ് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് മാത്രമേ വാടകയ്ക്ക് കൊടുക്കുവാനും വാടകയ്ക്ക് വാങ്ങുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് വാടകക്കാരെ ഒഴിപ്പിക്കുക, ബഹളം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള നാട്ടിലെ പോലുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഈ റോഡിൽ തന്നെ എത്രയോ തണൽ വൃക്ഷങ്ങളാണ് റോഡിൻ്റെ മധ്യത്തിലും സൈഡിലുമൊക്കെ ആയിട്ട് ഉള്ളത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ സൈഡിൽ ഉള്ള മരങ്ങളൊക്കെ വെട്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇത് വളരെ മനോഹരമാണ്. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിനിയും കുറേ ദൂരം നടക്കാൻ പോവുകയാണ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.